RSS ശാഖയിലെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോട്ടയം സ്വദേശിയായ യുവാവിന്റെ മരണത്തിൽ കേസെടുത്തിരിക്കുകയാണ് പൊൻകുന്നം പോലീസ്. RSS പ്രവർത്തകനായ നിതീഷ് മുരളിക്കെതിരെ IPC 377 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. RSS ശാഖയിൽ നിന്ന് ലൈംഗിക പീഡനമേറ്റമെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ട ശേഷമാണ് കോട്ടയം എലിക്കുളം സ്വദേശിയായ യുവാവ് ജീവനൊടുക്കിയത്. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഗുഡ് മോർണിംഗ്. RSSന്റെ ഗണഗീതം വലിയ വിവാദമാകുന്ന ചർച്ചയാകുന്ന ഒരു സന്ദർഭമാണ് ഈ ഘട്ടത്തിൽ. കാരണം കഴിഞ്ഞ ദിവസം എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSSന്റെ ഗണഗീതം പാടിപ്പിക്കുന്നു. അത് വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഏതൊക്കെ രീതിയിലുള്ള വിദ്വേഷ സന്ദേശമാണ് നൽകുന്നത് എന്ന് നമ്മുടെ നാട് മുഴുവൻ, സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് കൂടിയാണ് RSSന്റെ ശാഖയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അന്ന് ആ യുവാവ് മരണമൊഴിയായി ഇൻസ്റ്റഗ്രാം പേജിലൂടെ ലോകത്തെ അറിയിച്ചത്. അപ്പോൾ അത്രയേറെ വിദ്വേഷ പ്രവർത്തനങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ RSS ശാഖയിൽ നടക്കുന്നുണ്ട് എന്ന അനന്തുവിൻ്റെ തന്നെ മരണമൊഴി കണക്കിലെടുത്താൽ ആ മരണമൊഴിയിൽ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട, യുവാവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് പോലീസ്. മരണമൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കെതിരെ, കണ്ണേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്ന അയാളാണ് എന്നെ ദ്രോഹിച്ചത് എന്ന് യുവാവ് മരണമൊഴിയിൽ പറയുന്നുണ്ട്. നിതീഷ് മുരളിക്കെതിരെ കൂടുതൽ കേസുമായി ബന്ധപ്പെട്ട, അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോകുന്നു, അല്ലേ? തീർച്ചയായിട്ടും വിനിഷ, ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 9-ാം തീയതിയാണ് കോട്ടയം പൊൻകുന്നം എലിക്കുളം സ്വദേശിയായിട്ടുള്ള യുവാവിനെ തിരുവനന്തപുരം തമ്പാനൂരിന് സമീപമുള്ള ഒരു ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഈ മരണത്തിന് മുമ്പ് തന്നെ ഈ യുവാവ് തന്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന നിലയിൽ ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത ഒരു ആത്മഹത്യാക്കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അതിനകത്ത് ആ യുവാവ് രേഖപ്പെടുത്തിയിരുന്നത് RSS ശാഖയിൽ തനിക്കുണ്ടായ കൊടിയ പീഡനങ്ങളാണ്. ശാരീരികവും മാനസികവും ലൈംഗികവുമായിട്ടുള്ള പീഡനങ്ങൾ തനിക്ക് വിധേയനാകേണ്ടി വന്നു. ഒരിക്കലും ഒരു RSSകാരനാവരുത്, RSSകാരുമായി കൂട്ടുകൂടാൻ പാടില്ല. അത് അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും സുഹൃത്താണെങ്കിലും ഒരു RSSകാരനാണെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള തരത്തിൽ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ഈ ലോകവാസം വെടിഞ്ഞത്. പിന്നീട് ഈ ചെറുപ്പക്കാരന്റെ എന്ന നിലയിൽ അദ്ദേഹം ആദ്യത്തെ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു ഷോർട്ട് നെയിമിൽ NM എന്ന് അറിയപ്പെടുന്ന ആളാണ് തന്നെ ശാരീരികവും മാനസികവും ലൈംഗികവുമായ രീതിയിൽ പീഡനത്തിന് വിധേയമാക്കിയത് എന്ന് ആദ്യത്തെ ആത്മഹത്യാക്കുറിപ്പിൽ ഷോർട്ടായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് തന്റേതായ ഒരു വീഡിയോ കൂടി പിന്നീട് പുറത്തു വരുമെന്നും അതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ഈ ആത്മഹത്യ ചെയ്ത യുവാവ് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇൻസ്റ്റഗ്രാം വഴി ഈ ആത്മഹത്യ ചെയ്ത യുവാവിന്റെ മരണമൊഴി എന്ന നിലയിൽ ഒരു വീഡിയോ സംഭാഷണം പുറത്തു വരുന്നു. ആ വീഡിയോ സംഭാഷണത്തിലാണ് NM എന്ന് ആദ്യ ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്ന ആൾ നിതീഷ് മുരളീധരനാണ്. അദ്ദേഹം സജീവ RSS പ്രവർത്തകനാണ്. അദ്ദേഹം ശാഖയിൽ പങ്കെടുക്കുമ്പോഴാണ് തനിക്ക് ഇത്തരത്തിലുള്ള കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് എന്നാണ് യുവാവ് തന്റെ വീഡിയോയിലൂടെ, ആത്മഹത്യക്ക് മുന്നേ ചിത്രീകരിച്ച വീഡിയോയിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഇത് അന്വേഷിച്ചത് തമ്പാനൂർ പോലീസ് ആയിരുന്നു. കാരണം തമ്പാനൂർ സ്റ്റേഷൻ പരിധിയിലാണ് കോട്ടയം പൊൻകുന്നം എലിക്കുളം സ്വദേശിയായിട്ടുള്ള യുവാവിന്റെ പോലീസ് സ്റ്റേഷൻ പരിധി പൊൻകുന്നമാണ്. എങ്കിൽ കൂടിയും ഈ ആത്മഹത്യ ചെയ്തത് തമ്പാനൂരിലായതിനാൽ അവിടുത്തെ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. ആദ്യഘട്ടത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റം നിലനിൽക്കുമോ എന്ന തരത്തിലുള്ള നിയമോപദേശം പോലീസ് തേടിയെങ്കിലും അത് നിലനിൽക്കുകയില്ല എന്ന ഒരു നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി വന്നിരുന്നത് തമ്പാനൂർ പോലീസായിരുന്നു. എന്നാൽ ഈ ആത്മഹത്യയ്ക്ക് മുന്നേ ചിത്രീകരിച്ച വീഡിയോയിലും ഒപ്പം തന്നെ ആത്മഹത്യാക്കുറിപ്പിലും ഉന്നയിച്ച ഗൗരവമായിട്ടുള്ള ആരോപണം അത് ഉണ്ടായത് പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ള ഈ ആത്മഹത്യ ചെയ്ത യുവാവിന്റെ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരം സംഭവ വികാസങ്ങൾ ഈ പ്രദേശത്ത് നടന്നതിനാൽ ഈ കേസ് തമ്പാനൂർ പോലീസ് പൊൻകുന്നം പോലീസിന് കൈമാറുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്ന നിതീഷ് മുരളീധരൻ എന്ന് പറയപ്പെടുന്ന RSS പ്രവർത്തകനെതിരെ കേസെടുത്തുകൊണ്ട് പൊൻകുന്നം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. 377-ാം വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. അതായത് പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വരുന്ന വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ
വരും ദിവസങ്ങളിൽ ഈ നിതീഷ് മുരളീധരന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ വഴിക്ക് പോകുമ്പോൾ തന്നെ RSS ശാഖയിലുണ്ടായ കൊടിയ പീഡനങ്ങൾ, RSS ശാഖയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്താണ്, ഒരു RSSകാരനുമായി കൂട്ടുകൂടാൻ പാടില്ല എന്ന തരത്തിൽ ഈ യുവാവ് ഒരു മരണമൊഴിയായി വീഡിയോ ചിത്രീകരിച്ച് പുറത്തുവിടുമ്പോൾ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഈ യുവാവിലൂടെ പുറംലോകം അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കേസന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പൊൻകുന്നം പോലീസിന്റെ തീരുമാനം. ദിനിഷ. ശരി സനോജ്, ഏതായാലും RSS പീഡനത്തെ തുടർന്ന് RSSന്റെ ശാഖയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, ആത്മഹത്യയ്ക്ക് ശേഷം അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം എത്തിയിരുന്നു. ആ മരണമൊഴിയിലാണ് RSS ശാഖയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, തനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ആ യുവാവ് മരണമൊഴിയായി രേഖപ്പെടുത്തിയത്. എന്തായാലും നിതീഷ് മുരളീധരനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്.